ഹായ് ഫ്രണ്ട്സ്, 10ാം ക്ലാസ്സിലെ പാർട്ട് 1 ഹിന്ദി പുസ്തകത്തിലെ 2ാം പാഠമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത് ഒരു ടിപ്പണിയാണ്. ഹതാശ് സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, വിനോദ് കുമാർ ശുക്ല കി കവിത പർ നരേഷ് സക്സേന കി ടിപ്പണി. വിനോദ് കുമാർ ശുക്ല എന്ന് പറയുന്നത് ഹിന്ദിയിലെ പ്രസിദ്ധനായ ഒരു കവിയാണ്. അദ്ദേഹത്തിന്റെ ഹതാശ് സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയുടെ ഒരു ആസ്വാദനമാണ് നരേഷ് സക്സേന ഇവിടെ വിവരിക്കുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. പാഠഭാഗത്തിന്റെ ചിത്രങ്ങൾ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. വലതുവശത്തായി റോസ് കളറിലുള്ള കോളത്തിൽ കവിത നൽകിയിട്ടുണ്ട്. നമുക്ക് ആദ്യം കവിത വായിക്കാം, അതിനുശേഷം ടിപ്പണിയിലേക്ക് കടക്കാം. हताश से एक व्यक्ति बैठ गया था, व्यक्ति को मैं नहीं जानता था, हताश को जानता था, इसीलिए मैं उस व्यक्ति के पास गया, मैंने हाथ बैठाया, मेरा हाथ पकड़कर वह खड़ा हुआ, मुझे वह नहीं जानता था, मेरे हाथ बैठाने को जानता था, हम दोनों साथ चले, दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. ഇനി കവിതയുടെ അർത്ഥം നോക്കാം. നിരാശനായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു, പക്ഷേ നിരാശയെ എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ അയാളുടെ അടുക്കൽ പോയി ഞാൻ എൻ്റെ കൈ നീട്ടി. എൻ്റെ കൈ പിടിച്ച് അയാൾ എഴുന്നേറ്റു. എന്നെ അയാൾക്ക് അറിയില്ലായിരുന്നു, പക്ഷെ എൻ്റെ കൈനീട്ടൽ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് നടന്നു. രണ്ടുപേർക്കും പരസ്പരം അറിവില്ലായിരുന്നു, പക്ഷേ ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. ഇത്രയുമാണ് ഈ കവിതയുടെ അർത്ഥം. ഇനി നമുക്ക് ടിപ്പണി നോക്കാം. विनोद कुमार शुक्ला अपनी मौलिकता के साथ ही भाषा की अनकंठता के लिए विख्यात है, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरफ भी दिखाई देते हैं. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. വിനോദ് കുമാർ ശുക്ല തന്റെ മൗലികതയോടൊപ്പം ക്രമമല്ലാത്ത ഭാഷയുടെ കാര്യത്തിലും പ്രശസ്തനായ ഒരു കവിയാണ്. എന്നാൽ ഈ കവിതയില് മൗലികതയോടൊപ്പം കാവ്യശില്പത്തിൽ സമർത്ഥനായ ഒരു കവിയുടെ രൂപത്തിലും അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നു. കവിതയുടെ അർത്ഥം വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അധികം വ്യാഖ്യാനം ആവശ്യമായിട്ട് വരുന്നില്ല. അത്രമാത്രം ലളിതമായ വാക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കവി തന്റെ കവിത രചിച്ചിരിക്കുന്നത്. ഈ ലളിതമായ വാക്കുകൾ തന്നെ ഇതിന്റെ മർമ്മപ്രധാനമായ ആശയങ്ങൾ വിവരിച്ചു തരുന്നതിന് സഹായകരമായിട്ടുണ്ട്. വ്യക്തി को मैं नहीं जानता था, हताश को जानता था, कहते ही वे जानने की हमारी उस जानी पहचानी रूठी को तोड़ देते हैं, जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. यदि हम किसी व्यक्ति को उसकी हताश, निराशा, असहायता और उनके संकट से नहीं जानते तो हम कुछ नहीं जानते. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? वास्तव में हम जानते हैं कि वह व्यक्ति मुसीबत में है और इसे हमारी मदद की जरूरत है. ये कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. ആ വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു, പക്ഷേ നിരാശയെ എനിക്കറിയാമായിരുന്നു. ഇങ്ങനെ പറയുന്നതിലൂടെ ഒരാളെ അറിയാനുള്ള നമ്മുടെ പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ ചിരപരിചിതമായിട്ടുള്ള രീതികളെ തകർത്ത് കളയുകയാണ് ചെയ്യുന്നത്. അതായത് സാധാരണ നമ്മൾ ഒരാളെ അറിയുക എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരാളുടെ പേര്, അഡ്രസ്സ്, വയസ്സ്, പദവി, അയാളുടെ ജാതി എന്നിവയൊക്കെയാണ് ഒരാളെ നമ്മൾ അറിയുമെന്ന് പറയുന്നതിന്റെ മാനദണ്ഡമായിട്ട് എടുക്കാറുള്ളത്. ഒരാളെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പരിഗണിക്കാറുണ്ട്. പക്ഷേ ആ വ്യക്തിയെ, അതായത് ഒരു വ്യക്തി അയാളുടെ നിരാശ, നിസ്സഹായത അല്ലെങ്കിൽ അയാളുടെ പ്രയാസം എന്നിവയിലൂടെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒന്നും അറിയില്ല എന്നാണ് നരേഷ് സക്സേന ഇവിടെ പറയുന്നത്. റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു അപരിചിതനെ കണ്ടാൽ നമുക്ക് അയാളെ അറിയില്ല എന്ന് പറയാൻ സാധിക്കുമോ? ശരിക്കും ആ വ്യക്തി അപകടത്തിലാണെന്നുള്ള വിഷയം നമുക്കറിയാം. അതേപോലെ നമ്മുടെ സഹായം അയാൾക്ക് ആവശ്യമാണ് എന്നുള്ള കാര്യവും നമുക്കറിയാം. അതുകൊണ്ട് ഈ കവിത മനുഷ്യനെ പോലെ അറിയാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കവിത लगातार नहीं जानने और जानने का बयान करती जाती है. शिल्प की इस बारीक कारीगरी को देखो. वह मुझे नहीं जानता था, हाथ बढ़ाने को जानता था, हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे. यह नहीं जानना और जानना कविता में
किसी लोकगीत के स्थाई की तरह बार बार लौटता है। गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता और इस खूबी के साथ हिंदी की किस कविता में माया है याद नहीं आ रहा। जैसे किसी गजल में आखिरी शोर को आखिरी शब्द श्रोताओं की जुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता में अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे। ഈ കവിതയിൽ എപ്പോഴും അറിയുന്നതിനെയും അറിവില്ലായ്മയും കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേക്കുറിച്ച് നമുക്ക് നോക്കാം. അയാൾക്ക് എന്നെ അറിയില്ലായിരുന്നു, കൈ നീട്ടുന്നതിനെ അറിയാമായിരുന്നു. ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു, പക്ഷേ ഒരുമിച്ച് പോകാൻ അറിയാമായിരുന്നു. ഈ 2 വരികള് കവിതയിൽ ഏതോ ഒരു നാടോടിപ്പാട്ടിലെ വായ്ത്താരികൾ പോലെ പിന്നെയും പിന്നെയും ആവർത്തിച്ചു വരുന്നതാണ്. ഗദ്യത്തിൽ എഴുതപ്പെട്ട ഏതെങ്കിലും കവിതയിൽ ഗീതാത്മകത ഇത്രയും പ്രത്യേകതകളോടെ ഹിന്ദിയിലെ ഏതെങ്കിലും കവിതയിൽ വന്നിട്ടുണ്ടോ എന്ന് ഓർമ്മ വരുന്നില്ല എന്നാണ് നരേഷ് സക്സേന ഇവിടെ പ്രതിപാദിക്കുന്നത്. ഏതെങ്കിലും ഒരു ഗസലിൽ കേൾവിക്കാരുടെ നാവിൻ തുമ്പത്ത് താനെ വന്നു ചേരുന്ന അവസാന വരിയിലെ അവസാന വാക്കുപോലെ ഈ കവിതയിലെ അവസാന വാക്കായ ഒരുമിച്ചു പോകാൻ എന്നതിന് ശേഷം കവിത നിർത്തിയാൽ പോലും കേൾവിക്കാരൻ സ്വയം വാചകം പൂർത്തീകരിച്ചുകൊണ്ട് പറയും അറിയാമായിരുന്നു എന്ന്. അതായത് കവിത ചൊല്ലുമ്പോൾ സാത് സാത് ചൽന എന്ന് പറഞ്ഞ് നിർത്തിയാലും കേൾവിക്കാർക്ക് ഒരുമിച്ച് പറയാൻ സാധിക്കും. ജാൻതേ തേ എന്ന് പറയാൻ കേൾവിക്കാർക്ക് അറിയാം എന്നാണ് ഇവിടെ പറയുന്നത്. यह कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देते हैं. शेष पंक्तियां उसी कहे गए को संघन और गहरा करती है. कविता का संदेश है कि 2 मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना जरूरी है. जानकारियां जरूरी नहीं है, किंतु यह संदेश കവിത में ഉപദേശ की तरफ नहीं आता. ഈ കവിതയിലൂടെ അറിയുക എന്ന വാക്കിന്റെ പഴയ അർത്ഥത്തെ പൂർണ്ണമായി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ കവിതയുടെ ആദ്യത്തെ 2 വരികളിൽ തന്നെ കവി തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു തീർക്കുന്നുണ്ട്. ബാക്കിയുള്ള വരികൾ ആ പറഞ്ഞ കാര്യങ്ങളെ കൂടുതൽ ഗാഢതയുള്ളതാക്കി തീർക്കുന്നു, അല്ലെങ്കിൽ ആഴമുള്ളതായി തീർക്കുന്നു. കവിതയുടെ സന്ദേശം എന്താണെന്ന് വെച്ചാൽ 2 ആളുകൾക്കിടയിൽ മനുഷ്യത്വത്തിന്റെ അനുഭവം, അതായത് മാനവിക സംവേദന ഉണ്ടാവുക എന്നത് അത്യാവശ്യമാണ്. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അറിവുകൾ അത്യാവശ്യമല്ല. എന്നാൽ ഈ സന്ദേശം കവിതയിൽ ഉപദേശാത്മകമായിട്ടല്ല കടന്നു വരുന്നത്. വളരെ മനോഹരമായ ഒരു കവിതയാണിത്. അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ നരേഷ് സക്സേന വിവരിച്ചു പറയുന്നുണ്ട്. അറിയുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരോ അഡ്രസ്സോ അങ്ങനെ മനസ്സിലാക്കുന്നതല്ല, മറിച്ച് അയാളുടെ നിരാശയും നിസ്സംഗതയും എല്ലാം മനസ്സിലാക്കി അയാളെ എപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, അങ്ങനെ നമ്മളിലൂടെ മാനവികത അല്ലെങ്കിൽ മനുഷ്യത്വം എങ്ങനെ രൂപപ്പെടുത്താം എന്നുള്ള ഒരു സന്ദേശമാണ് ഈ പാഠത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സോ അങ്ങനെ ഹിന്ദിയുടെ 2ാമത്തെ പാഠവും ഇവിടെ പൂർത്തിയാവുകയാണ്. താങ്ക് യു. ഹിന്ദിയുടെ ആദ്യത്തെ ചാപ്റ്ററായി ബീർ ബഹോട്ടിയാം നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അതുപോലെ 10ാം ക്ലാസ്സിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നീ വിഷയങ്ങളിലും നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. കുട്ടികൾക്ക് ഇത് സഹായകരമാവും എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അവിടെയുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്താൽ വീഡിയോകൾ അപ്ലോഡ് ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അങ്ങനെ ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് പഠനത്തിനായിട്ടും കുറച്ച് സമയം മാറ്റിവെക്കാം. നന്ദി.